നിയമനിർമ്മാണ സഭാംഗങ്ങൾ അംഗത്വം രാജിവെക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പിൻവലിച്ചു. ഹർജി പിൻവലിച്ചില്ലെങ്കിൽ 25,000 രൂപ പിഴയടയ്ക്കണമെന്നായിരുന്നു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം. തുടർന്നാണ് അഭിഭാഷകനായ BA ആളൂർ പൊതുതാൽപര്യ ഹർജി പിൻവലിച്ചത്. ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും ഹൈക്കോടതിയല്ല സമീപിക്കേണ്ടതെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. കേരളത്തിൽ മാത്രം കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെ 7 പേർ മന്ത്രിസ്ഥാനം രാജിവെക്കാതെ മത്സരിക്കുന്നു. ഇത് ജനങ്ങളുടെ നികുതി പണം കവരുന്നതാണെന്ന് ഹർജിക്കാരനായ KA ജോണിയുടെ വാദം ഡിവിഷൻ ബെഞ്ച് അംഗീകരിച്ചില്ല. നിയമസഭാ സാമാജികരും രാജ്യസഭാ സിറ്റിംഗ് അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ തൽസ്ഥാനങ്ങൾ രാജിവെക്കാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെതിരെയാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. ഭരണഘടനയുടെ അനുച്ഛേദം 191ന്റെയും ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും അന്തസത്തയ്ക്കെതിരായ പ്രവണതയ്ക്ക് തടയിടാൻ വേണ്ട ചട്ടങ്ങളും നിയന്ത്രണങ്ങളും രൂപകൽപ്പന ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് ഹർജിക്കാരനായ KA ജോണി ആവശ്യപ്പെട്ടിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുള്ള പദവി രാജിവെക്കാതെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ഇത്തരം രീതിക്ക് അറുതി വരുത്തണം. കേരളത്തിൽ മാത്രം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇത്തരത്തിൽ 7 പേർ വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരു വോട്ടർ എന്ന നിലയിലും നികുതിദായകൻ എന്ന നിലയിലും തന്റെയും സഹപൗരന്മാരുടെയും അവകാശങ്ങളെ കവർന്നെടുക്കലാണെന്ന് ജോണി ഹർജിയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.